ഈ സ്ഥാനാർത്ഥി നിർണയം വലിയ ചർച്ചയായിരുന്നു. കൃത്യമായ ഒരു നിർണയമായിരുന്നു എന്ന തരത്തിൽ വലിയ അഭിനന്ദനമൊക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥി നിർണയം വലിയ വിജയം നേടി എന്നുള്ളത് തന്നെ മനസ്സിലാകുന്നു. പ്രത്യേകിച്ച് യൂത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ വലിയ വിജയം നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിഗണന ഇനി യൂത്തിന് ഉണ്ടാകുമോ? മന്ത്രിസഭയിൽ മറ്റൊക്കെ വേണമെന്നുള്ള അല്ല, അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ആര് മന്ത്രിയാവണം, ഏതൊക്കെ സ്ഥാനത്ത് ഇരുത്തണം എന്നൊക്കെയുള്ള പാർട്ടി ഔദ്യോഗികമായി അത് കൂടി ആലോചിക്കുകയും അതാരെയാണോ അതിന് അർഹരായതും അതിന് എലിജിബിളായതും എന്ന് മനസ്സിലാക്കി അവർക്ക് ആ രീതിയിലുള്ള നിയമനം കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അത് ഒരു ഇന്നാൾക്ക് കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഷർ ഒന്നും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പാണക്കാട് മുനവ്വർ അലി തങ്ങളിപ്പോൾ മീഡിയ കൊണ്ടൊപ്പം ചേരുകയാണ്. UDF സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് വലിയൊരു സ്ട്രൈക്ക് റേറ്റിലേക്ക് പോയിരിക്കുന്നു. 22 സീറ്റിലും വിജയിച്ചിരിക്കുന്നു. എന്താണ് ഈ ഇതൊരു ചരിത്ര വിജയമാണ്. ഞങ്ങൾ നല്ല സീറ്റുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ രീതിയിൽ തന്നെ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്തമായി കാണുകയാണ്. ജനങ്ങൾ ഞങ്ങൾക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തം, അതൊരു വിശ്വാസ്യത, അത് നല്ല രീതിയിൽ ഒരു ഭരണം കാഴ്ചവെക്കുക. MLA-മാരൊക്കെ അവരുടേതായ മണ്ഡലങ്ങളിൽ വികസനവും ജനങ്ങളുടെ പ്രശ്നമൊക്കെ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനങ്ങളൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ മുന്നിൽ വെക്കുന്ന ഒരു വലിയ കാര്യം. ഈ സ്ഥാനാർത്ഥി നിർണയം വലിയ ചർച്ചയായിരുന്നു. കൃത്യമായ ഒരു നിർണയമായിരുന്നു എന്ന തരത്തിൽ വലിയ അഭിനന്ദനമൊക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥി നിർണയം വലിയ വിജയം നേടി എന്നുള്ളത് തന്നെ മനസ്സിലാകുന്നു. പ്രത്യേകിച്ച് യൂത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ വലിയ വിജയം നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിഗണന ഇനി യൂത്തിന് ഉണ്ടാകുമോ? മന്ത്രിസഭയിൽ മറ്റൊക്കെ വേണമെന്നുള്ള അല്ല, അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ആര് മന്ത്രിയാവണം, ഏതൊക്കെ സ്ഥാനത്ത് ഇരുത്തണം എന്നൊക്കെയുള്ള പാർട്ടി ഔദ്യോഗികമായി അത് കൂടി ആലോചിക്കുകയും അതാരെയാണോ അതിന് അർഹരായതും അതിന് എലിജിബിളായതും എന്ന് മനസ്സിലാക്കി അവർക്ക് ആ രീതിയിലുള്ള നിയമനം കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അത് ഒരു ഇന്നാൾക്ക് കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഷർ ഒന്നും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും യൂത്തിന്റെ ഒരു സാന്നിധ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, സ്വാഭാവികമായും യൂത്തിന്റെ സാന്നിധ്യം യൂത്ത് ലീഗുകാർ അത് ആഗ്രഹിക്കും. പക്ഷേ ഇത് മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയുടെ കീഴിൽ അവരെടുക്കുന്ന എന്ത് തീരുമാനത്തോടൊപ്പം നിൽക്കും എന്നുള്ളതാണ്. അത് അവർ ഏറെ യോഗ്യരായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് അവരുടേതായ സ്ഥാനങ്ങൾ കൊടുക്കും. അതിൽ ഞങ്ങൾ അവിടെ കൂടെ നിൽക്കും പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച്. ഇത്തവണ പാർട്ടിക്ക് ഒരു വനിതാ MLA കൂടി വന്നിരിക്കുകയാണ്, ഫാത്തിമ തേലിയ. അപ്പം അതും യൂത്തിന്റെ ഭാഗത്തു നിന്നാണ്. ഈ സ്ഥാനാർത്ഥി നിർണയം അത് വലിയൊരു വിജയം തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കി. തീർച്ചയായും സ്ഥാനാർത്ഥി നിർണയം വലിയ വിജയമായിരുന്നു. കാരണം ഏകദേശം 5 യൂത്ത് ലീഗ് പ്രവർത്തക സമിതി അംഗങ്ങളെയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ആ 5 പേരും ജയിച്ചു. ഇടത് കോട്ടകൾ ഇളക്കിക്കൊണ്ട് അവിടെ ആ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് പേരാമ്പ്ര അതുപോലെ മറ്റ് മണ്ഡലങ്ങളൊക്കെ തന്നെയും നമുക്ക് ഇവിടെ വിജയം നേടാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായും അത് പുതിയ തലമുറക്ക് പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ഒരു തലമുറ മാറ്റം ഇതിൽ വരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അതൊക്കെ ഈ ഒരു വിജയത്തിൻ്റെ കാരണമായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ സ്ട്രൈക്ക് റേറ്റ് കൂടിയത് കൊണ്ട് തന്നെ അതിനാനുപാതികമായിട്ടുള്ള ഒരു പരിഗണന മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് വേണ്ടിയില്ല. തീർച്ചയായും നമുക്ക് അങ്ങനെയുള്ള അർഹത നമുക്കുണ്ട്. ആ രീതിയിലുള്ള പരിഗണനയൊക്കെ നമുക്ക് ലഭിക്കും. അതൊക്കെ UDF-ഉം പാർട്ടിയൊക്കെ തീരുമാനിച്ച് ഒരു സമവായത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടൊക്കെ ആ രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ലീഗ് എന്തെങ്കിലും പ്രത്യേകം ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല, കണ്ടറിഞ്ഞ് തരിക. അതായത് UDF-ലെ ഒരു വിശാലമായ ചർച്ചകൾ, നമ്മൾ ഒരു വലിയ സഖ്യകക്ഷികളാണ് നമ്മളൊക്കെ. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടേതായ ഒരാവശ്യങ്ങളും നമ്മുടെ ഓരോ വിഷയത്തിലും നമ്മളെടുത്തിട്ടുള്ള നിലപാടും നമുക്കുള്ള കപ്പാസിറ്റിയും എത്രത്തോളം ഉണ്ട് എന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെ പരിഗണനകൾ നമ്മുടെ സ്ഥാനാർത്ഥികൾക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ തന്നെ കിട്ടുമെന്നതിൽ ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. 2ാം സ്ഥാനക്കാരനായി കരുതുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തന്നെയാണ്. അത് നേതാക്കന്മാരൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം വരുമെന്ന് കരുതുന്നു. അല്ല, അതൊക്കെ പാർട്ടിയും UDF-ഉം ചേർന്ന് തീരുമാനിക്കേണ്ട ഒന്നാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ആഗ്രഹം ഇപ്പം നമുക്കത് അങ്ങനെ ആഗ്രഹമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അതൊക്കെ പാർട്ടി അതാത് സമയത്ത് എല്ലാവരും ആലോചിച്ചുകൊണ്ട് സമവായത്തിലൂടെ മാത്രമേ ഒരു പ്രഷർ ഗ്രൂപ്പായി നിന്നുകൊണ്ട് ഇന്നത് വേണം, ഇന്നത് ക്ലെയിം ചെയ്യണം എന്നുള്ള
ഒരു ഉദ്ദേശം നമുക്കില്ല. ഇതൊക്കെ ഒരു കൂട്ടുത്തരവാദിത്തത്തോടു കൂടി നിറവേറ്റുക, നല്ല ഭരണം കേരളത്തിൽ കാഴ്ചവെക്കുക, സാധാരണക്കാരുടെ പ്രശ്നം ഇടപെട്ടുകൊണ്ട് സാധാരണക്കാർ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു വലിയ കടമയാണ് നമുക്കുള്ളത് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ ഒരു വിജയത്തിന് കാരണം അത് LDFന്റെ പരാജയത്തിന് കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളത് തന്നെ. തീർച്ചയായും അത് കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. കഴിഞ്ഞ 5 വർഷം ഇവിടെ ഭരിച്ചെങ്കിലും ആ സമയത്തുണ്ടായ വിജയം അത് അന്നത്തേതായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിലേറെ ദാരുണമായ ഒരു വലിയ ഭരണമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ജനങ്ങൾ മടുത്തിരിക്കുന്നു. ജനങ്ങളുടെ എല്ലാ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവഗണിക്കപ്പെട്ടുകൊണ്ട് അവരെ പരിഗണിക്കാതെ, അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ അവരെ അവഗണിച്ചു എന്നുള്ള ഒരു വലിയ സത്യവും വാസ്തവവും നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവർ മറിച്ച് ചിന്തിച്ചു. ഇപ്പോൾ CPMകാർ ചിലപ്പോൾ ഒരു പക്ഷേ വോട്ട് ചെയ്തിട്ടുണ്ടാകും. ഇടതുപക്ഷ ചിന്തകന്മാരൊക്കെ ഇന്ന് UDFനോട് അനുകൂലമായി നിന്നു എന്നുള്ളതാണ്. UDFന്റെ പാളയത്തിലേക്ക് ഒരുപാട് CPMന്റെ മുൻനിര നേതാക്കൾ കടന്നു വന്നു. അതൊക്കെ നമുക്ക് കാണിക്കുന്നത് ഇവിടെ ഈ കമ്മ്യൂണിസം ഇവിടെ ഇത് കാലഹരണപ്പെട്ടു എന്നുള്ള ഒരു വലിയ സത്യം ഇവിടെ ജനങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. അപ്പം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾ ഇത്തവണ ഉണ്ടാവുകയാണ്. തീർച്ചയായും നേരത്തെ 5 പേരാണ് യൂത്ത് ലീഗിൽ നിന്നുണ്ടായത്. മറ്റ് പുതിയ മുഖങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. വലിയ സന്തോഷത്തിലാണ്. അതിലേറെ അത് ഉത്തരവാദിത്തമായി നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും അത് തന്നെ അദ്ദേഹം പറയുന്നത്. വലിയ വിജയം നേടിയെന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഉത്തരവാദിത്തം കൂടി നൽകുന്നു എന്നുള്ളത് കൂടി ഇപ്പോൾ മുനവർ തങ്ങൾ പറയുകയാണ്. അനുരൂപിച്ചിക്കൊണ്ടൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.